ഹലോ, ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റി മട്ടൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 2 ടീസ്പൂൺ മല്ലി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് മൂന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം മൂന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് അത് ഫ്രൈ ആയി വരിക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചൂടാറിയാൽ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 കിലോ മട്ടൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമുക്കൊരു 2 വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു 2 സവോളയുടെ 1/4 ഭാഗത്തോളം ഞാൻ ചേർത്തിട്ടുണ്ട്. 2 പിടി സവോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മീഡിയം ട്രാൻസ്പെറൻറ്റ് കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 6-7 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒപ്പം നമ്മുടെ പൊടിച്ച പൊടിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാശ്മീരി ചില്ലി നല്ല ചെറു ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂറോളം കുതിർന്നതിന് ശേഷം നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ആ വെള്ളവും കാശ്മീരി ചില്ലിയും കൂടിയിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് നമ്മുടെ സവോള വഴറ്റിയതിലേക്ക് ഒന്ന് നല്ലപോലെ ചേർക്കുക. നല്ലപോലെ വഴറ്റിയാൽ അതിനുശേഷം നമുക്കൊരു 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ചേർക്കാം. ഒരു കപ്പോളം വെള്ളമുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതൊന്ന് കുറുകി വറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ അതിലേക്ക് ചേർക്കാം. മട്ടൻ നല്ലപോലെ ചേർത്ത് നല്ലപോലെ വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാല അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ വഴറ്റി വെക്കണം. വഴറ്റിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ ആ ഫ്ലെയിം ഇടയ്ക്ക് നോക്കുക. ഒന്ന് അടച്ചു വെച്ച് വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ അതിലേക്ക് ഇറങ്ങി മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റി നമുക്കിത് മട്ടൻ കുറച്ച് വേവാനായിട്ട് സമയമെടുക്കും. നമുക്ക് ഈ പാനിൽ വെച്ചിട്ട് അത് വേവിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് വല്ലാതെ ഒരുപാട് നേരം ബീഫും മട്ടനും ഒക്കെ വേവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അതിനുശേഷം കുക്കറിലേക്ക് മാറ്റി ഒരു കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം, കറിക്കുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. അത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ, പച്ചവെള്ളം ചേർക്കരുത്. എന്നിട്ട് നമ്മളതൊന്ന് കുക്കറിൽ, ഞാനിവിടെ എൻ്റെ ഈ കുക്കറിൽ ഒരു 5 വിസിൽ വേവിക്കുമ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ വേവിക്കാൻ വയ്ക്കാം. അപ്പം തന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 2 പിടി സവാള ഉണ്ടല്ലോ, അത് നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുക. കണ്ടോ, നമ്മുടെ മട്ടൻ കറി നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ സവോള കയ്യിലൊന്നിട്ട് നല്ലപോലെ തിരുമ്മി പൊടിച്ച് ചേർക്കുക. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ സവോള ചേർക്കുമ്പോൾ. നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ മട്ടൻ കറി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഋതുസ് രുചി വേൾഡ്.